ഹലോ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ആപ്ലിക്കേഷൻസും അതിന്റെ ബെനിഫിറ്റുകളുമാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കിപ്പോവാം. ഫസ്റ്റ് വൺ, ബെനിഫിറ്റ്സ്. ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒന്നാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇൻഹെറിറ്റൻസ് ആണ്. ഇൻഹെറിറ്റൻസ് ആണ് ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ്. കോഡിന്റെ റീയൂസബിലിറ്റി ആണ് ഇൻഹെറിറ്റൻസ് വഴി സാധ്യമാകുന്നത്. വീണ്ടും വീണ്ടും കോഡിനെ എഴുതാതെ നമ്മുടെ സമയവും മെമ്മറിയും എല്ലാം നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്ന ഇൻഹെറിറ്റൻസ് എന്നുള്ളൊരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഒന്നാമത്തെ ബെനിഫിറ്റ് ആണ് ഇൻഹെറിറ്റൻസ്. ഈ രണ്ടാമത്തേത്, ഒരു ലാർജ് പ്രോഗ്രാം ആണെങ്കിൽ അതിന്റെ സ്മോളർ മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത്. ഇതുവഴി സമയം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ സമയം ഇങ്ങനെ സേവ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഗ്രാമിംഗ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ മൊഡ്യൂൾ ആക്കുന്നതിന്, പാർട്ടീഷൻ ചെയ്ത് എടുക്കുന്നതിനും എളുപ്പമാണ് നമ്മുടെ ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് വഴി. അപ്പോൾ അതാണ് രണ്ടാമത്തെ ബെനിഫിറ്റ്. മൂന്നാമത്തേതാണ് ഡേറ്റ ഹൈഡിങ്. ഡേറ്റ ഹൈഡ് ചെയ്ത് വെക്കുന്ന വഴി ഡേറ്റയുടെ സെക്യൂരിറ്റിയാണ് ഉറപ്പാക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഡേറ്റ കുറേയും കൂടെ പ്രൈവറ്റ് ആയിരിക്കും. അതിന് നമുക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരു പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിനകത്താണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. നമുക്ക് ഇതിനകത്ത് അതുണ്ട്. അതുപോലെ തന്നെ ഓപ്പറേറ്റർ ഓവർലോഡിങ്, ഫംഗ്ഷൻ ഓവർലോഡിങ് എന്നൊക്കെയുള്ള ഫീച്ചേഴ്സ് ഈ ഒരു ഓപ്പ് കോൺസെപ്റ്റിനകത്ത് മാത്രമേ ഉള്ളൂ. ഇനിയുള്ളത് ഡേറ്റാസിനെ പാർട്ടീഷൻ ചെയ്യാൻ സാധിക്കും. അതൊരു ഈസി ആയിട്ടുള്ള വർക്കാണ് എന്നുള്ളതാണ് മറ്റൊരു ബെനിഫിറ്റ്. അതുപോലെ തന്നെ ഒരു സ്മോളർ സിസ്റ്റത്തിൽ നിന്നും ഒരു ലാർജ് സിസ്റ്റത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈസിയാണ്. ഇതാണ് അടുത്ത ബെനിഫിറ്റ്. കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, കോംപ്ലക്സ് സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട 7 ഫീച്ചേഴ്സ്, 7 ബെനിഫിറ്റ്സ്. അപ്പോൾ ഇൻഹെറിറ്റൻസ് ഉണ്ട്, അത് റീയൂസബിലിറ്റി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡേറ്റ ഹൈഡിങ് ഉണ്ട്, സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്മോളർ മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുവഴി നമുക്ക് സമയം ലാഭിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ മെയിൻ ബെനിഫിറ്റുകൾ. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഏതൊക്കെ ഏരിയയിലാണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, ഡേറ്റാബേസ്. അപ്പം ഡേറ്റാബേസിനകത്ത് ഈ റിലേഷൻ ഡേറ്റാബേസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് C++ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്രാഫിക്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചുറ്റുപാടിൽ നമുക്ക് ഗ്രാഫിക്സിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്രാഫിക്കൽ സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ പുറകിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നുണ്ട്. റിയൽ ടൈം ആപ്ലിക്കേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി സിസ്റ്റംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ എംബഡഡ് പ്രോഗ്രാമിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ലൈഫ് യൂസ് ചെയ്യുന്ന TV, റെഫ്രിജറേറ്റർ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം പ്രൊഡക്റ്റിൻ്റെയൊക്കെ പുറകിലുള്ള കോഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ്. വെബ് ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടും നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലായിട്ടുള്ള C++, ജാവ, .NET, PHP അങ്ങനെയുള്ള ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ് മാത്രമല്ല, മൊബൈൽ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലസ്റ്റർ പ്രോഗ്രാമിങ്ങിനകത്തും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനകത്തും നമ്മുടെ ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ CAD, CAM സിസ്റ്റംസിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന് ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷൻസിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ്ങിനും കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ് സിസ്റ്റത്തിനും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ ഇതെല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ C++ പോലെയുള്ള ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒന്നുകൂടെ നോക്കുകയാണ്. ഡേറ്റാബേസ്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്തെടുക്കാൻ വേണ്ടി ബാങ്കിലാണെങ്കിലും ഹോസ്പിറ്റൽസിലാണെങ്കിലും ഒക്കെ ഒരുപാട് ഡേറ്റാബേസിലേക്ക് ആവശ്യങ്ങൾ വരാറുണ്ട്. ഡേറ്റാബേസിലാണ് സ്റ്റോർ ചെയ്തേക്കാറുള്ളത്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാഫിക്സിന് അതുള്ള എന്ത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെക്യൂരിറ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന TV, റെഫ്രിജറേറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പുറകിലുള്ള കോഡിങ്, അതുപോലെ തന്നെ വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷൻ, ക്ലസ്റ്റർ പ്രോഗ്രാമിംഗ്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്തെല്ലാം ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റുകളും അത് അപ്ലൈ ചെയ്യുന്ന ഏരിയകളും. ഇനി ഇത്തരത്തിലുള്ള അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.